മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, അപ്പോൾ ദേവപ്രശ്നം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ് കഴിഞ്ഞു. ഇന്നു മുതൽ അതിൻ്റെ പാഠഭാഗം തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു കാര്യം, നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ സാധാരണയായിട്ട് ജ്യോതിഷം പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ നക്ഷത്രം പഠിക്കും, അത് കഴിഞ്ഞിട്ട് രാശികളെ പഠിക്കും, ഉച്ചനീചത്വങ്ങൾ പഠിക്കും, പിന്നെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കും, അതിൻ്റെ കാരകത്വങ്ങൾ പഠിക്കും. അങ്ങനെ ഒരു കണക്കനുസരിച്ച് പോകും. ഇവിടെ അത്രയും ചിട്ടയോടുകൂടെ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പഠിക്കാൻ ഇവിടെ പ്രയാസമാണ്. കാരണം പഞ്ചാംഗ വിഷയം ആദ്യം പഠിച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ പാവചിന്ത വരും, പാവചിന്ത ആദ്യം പഠിച്ചാൽ അതിൻ്റെ ഇടയിൽ പഞ്ചാംഗം വരും. ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വരുന്നത് കൊണ്ട് കറക്റ്റ് റെഗുലറായിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയെടുക്കുകയുള്ളൂ. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സിലബസ് നമുക്ക് കയ്യിലുണ്ട്, അതനുസരിച്ചേ പോവുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചിട്ട് കുറേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടാൽ മതി. അത് കുറേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമേ പറയാവൂ. ഇപ്പോൾ തുടങ്ങുന്നത് നമ്മൾ പഞ്ചാംഗ വിഷയത്തിൽ തുടങ്ങിപ്പോകണം. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ഒരു പ്രശ്നം തുടങ്ങിയതും ചാടി പെട്ടെന്ന് പാവചിന്തയിലേക്ക് പോകില്ല. ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ടറി പോയിന്റ് എന്ന് പറയുന്നത് പഞ്ചാംഗ വിഷയം, സമയ സംബന്ധമായ വിഷയം. അതിലാദ്യം വരേണ്ടത് സുപ്രസന്നെ ദിവാകരെ എന്ന് പറഞ്ഞൊരു പ്രമാണം ദേവപ്രശ്നത്തിൻ്റെ ബുക്കിൽ പറഞ്ഞുണ്ട്. സുപ്രസന്നെ ദിവാകരെ എന്ന് പറഞ്ഞാൽ ദിവാകരൻ, സൂര്യൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. സൂര്യൻ പ്രപഞ്ചത്തിലെ എല്ലാ സമയത്തും ഉണ്ട്. പക്ഷേ സൂര്യൻ പ്രകാശിച്ചിരിക്കുന്ന സമയത്ത് വേണം പൃച്ഛ നടത്താൻ. പൃച്ഛ എന്ന് പറഞ്ഞാൽ പ്രശ്നം, ചോദ്യം. ഒരു പൃച്ഛ നടക്കുന്നത് ഒരു ദേവപ്രശ്നത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിന് വേണ്ടിയോ പൃച്ഛ എന്ന് പറയും. പൃച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം. ആദ്യമായിട്ട് ദൈവജ്ഞന്റെ വീട്ടിൽ വന്ന് പ്രശ്നത്തിന്റെ ഉദ്ദേശം പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ടെലഫോണിലൂടെ വിളിച്ച് പറഞ്ഞാലും മതി. കാരണം അതില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് തന്നെ ടെലഫോണിന്റെ സഹായത്തോടു കൂടിയാണ്. ഇന്നത്തെ വാർത്താമാധ്യമങ്ങളുടെ ഒരു പുരോഗതി അനുസരിച്ച് ടെലഫോണിലൂടെ വിളിക്കും. നമ്മുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു പ്രശ്നം വയ്ക്കണം, അതിന് അങ്ങേക്ക് വരാൻ കഴിയുമോ എന്ന് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ആ സമയം വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യണം. അതാണ് നമ്മുടെ സിസ്റ്റം. എന്നിട്ട് അവർ ചിലപ്പോൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരണം, വിളിക്കാൻ വേണ്ടി എപ്പോഴും വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സമയമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് ഞായറാഴ്ച രാവിലെ ഒരു 9 മണിക്ക് വരാൻ പറയും. ആ സമയം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്ന സമയമാണ്, ജ്യോത്സ്യർ നിശ്ചയിക്കുന്ന സമയം. അതിനേക്കാൾ ഉചിതം അവർ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതാണ്. കാരണം ദൈവജ്ഞന് നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ലഗ്നം, രാശി, ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതെല്ലാം ഭംഗിയായിട്ട് അറിയാം എന്നുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊരു സമയം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സമയം നോക്കി പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള ഒരു സമയം പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആ സമയത്ത് അവർ വരികയും ആ സമയത്തിന് നമ്മൾ പൃച്ഛാസമയമായിട്ട് നോട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ടെലഫോണിലൂടെ ഒരാൾ വിളിക്കുകയാണ്, നമ്മുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ വന്ന് ഒരു പ്രശ്നം വയ്ക്കണം, അങ്ങേക്ക് കഴിയുമോ, അങ്ങേ വിളിക്കാൻ ഞങ്ങൾ എപ്പോഴും വരണം, ഈ സന്ദേശം കൈമാറാൻ വേണ്ടി എപ്പോഴും വരണം. അപ്പോൾ നമ്മളൊരു ഡേറ്റ് പറഞ്ഞു കൊടുക്കും. അവർക്ക് സൗകര്യമുള്ള ഡേറ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ
തിങ്കളാഴ്ച പറഞ്ഞു, തിങ്കളാഴ്ച എനിക്ക് ഓഫീസിൽ പോകണം, പറ്റൂല എന്ന് പറയും. ഇപ്പോൾ ശനിയാഴ്ച വരട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച വരട്ടെ, അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വരട്ടെ എന്ന് ചോദിക്കും. നമ്മൾ യെസ് പറയും. ആ സമയം എന്ന് പറയുന്നത് ദൈവജ്ഞൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അതിന് വലിയ പ്രാധാന്യമില്ല. അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് അവരുടെ ദേവനെ സന്നിധിയിൽ വെച്ച് സംസാരിച്ചിട്ടായിരിക്കും. ഈ വക കാര്യങ്ങളൊക്കെ ആരും വീട്ടിലിരുന്നിട്ടൊന്നും സംസാരിക്കില്ല. ദേവകാര്യങ്ങളൊക്കെ കമ്മിറ്റി കൂടി ക്ഷേത്രത്തിൽ തൊഴുത് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടായിരിക്കും വിളിക്കുന്നത്. പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും ഒരാളിനെ ചുമതലപ്പെടുത്തി അവർ വിളിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ദേവനറിഞ്ഞ് വിളിക്കുന്നതാണ്. ആ സമയത്തിന് നമ്മൾ നോട്ട് ചെയ്യണം. ആ സമയത്ത് വരുന്ന ലഗ്നം വച്ചിട്ട്, ആ ഗ്രഹനിലയും വച്ചിട്ട് നമുക്കെല്ലാം പറയാൻ കഴിയും. അങ്ങനെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ ആ സമയത്തിന് എടുത്താൽ മതി. വിളിക്കാതെയാണ് വരുന്നു എന്നുണ്ടെങ്കിൽ, വിളിച്ച് പറയാതെ പെട്ടെന്ന് വീട്ടിൽ കയറി വരികയാണ് എങ്കിൽ ആ വരുന്ന സമയവും അപ്പോഴുള്ള രാശി എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് വഴിയാമണ്ണം പറഞ്ഞു തരും. ആ രാശി എങ്ങനെ എടുക്കണമെന്നുള്ളത് നമുക്ക് ആരൂഢം എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരും. ഇപ്പോഴും നമ്മൾ എടുക്കേണ്ടത്, ഇപ്പോഴും ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, വിളിക്കുന്നു എന്ന് കണക്കാക്കുക. നമ്മളെ വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വരുന്നു എന്ന് കണക്കാക്കുക. വരുന്നത്, വിളിക്കുകയാണെങ്കിൽ വിളിക്കുന്ന ഡേറ്റും സമയവും, വരികയാണെങ്കിൽ വരുന്ന ഡേറ്റും സമയവും വച്ചിട്ട് ആ സമയത്തുള്ള ഗ്രഹനില എടുക്കണം. എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണ് ഒരാൾ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ ലഗ്നം വരുന്നത് ഏത് ലഗ്നം വരും? മേടലഗ്നം വരും. ഇന്നത്തെ ഗ്രഹനിലയിൽ മേടലഗ്നം വരും, അല്ലെങ്കിൽ മീനലഗ്നമോ മേടലഗ്നമോ വരും. അതിനെ ലഗ്നമാക്കി കണക്കാക്കിക്കൊണ്ട് ആ സമയത്തുള്ള ഗ്രഹനില എടുത്തിട്ട് പറയാം. അത് ആദ്യം നോക്കേണ്ടത് വിളിക്കുന്ന സമയം. സുപ്രസന്നെ ദിവാകരേ, ദിവാകരൻ സുപ്രസന്നനായിരിക്കുന്ന സമയത്താണ് പൃച്ഛ നടക്കേണ്ടത്. പൃച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിന്റെ തുടക്കം. അത് സുപ്രസന്നെ ദിവാകരെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രാവിലെയും നടു ഉച്ചയ്ക്കും ഉള്ള 4 മിനിറ്റിനെ ഒഴിവാക്കണം. സൂര്യ ഉദയ സമയവും നടു ഉച്ച സമയവും ഒഴിവാക്കിക്കൊണ്ട് ബാക്കി സൂര്യൻ പ്രസന്നനായിരിക്കുന്ന സമയത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ 6:15 സൂര്യൻ ഉദിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരപ്പുറവും ഇപ്പുറവും കൂടി ഒരു 4 മിനിറ്റ് കളയണം. 6:13 മുതൽ 13 അല്ല, ഒരു 5 മിനിറ്റ് വീതം അപ്പുറവും ഇപ്പുറവും കളയണം. ആ ഉദിക്കുന്ന സമയം, ഉദയത്തിന് മുൻപും പിൻപും ഒരല്പസമയം നല്ലതല്ല. അതുപോലെ നടു ഉച്ച സമയം, നിങ്ങൾ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ അഭിജിത്ത് മുഹൂർത്തം പറയുമ്പോൾ 2 എഴുതിയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട് സാറേ. അഭിജിത്ത് 4 മിനിറ്റ് 3 മിനിറ്റ് അപ്പുറം ഇപ്പുറം മാറ്റി 2 മിനിറ്റ് വീതം അപ്പുറം ഇപ്പുറം മാറ്റുമ്പോൾ 4 മിനിറ്റിനെ ഒഴിവാക്കും. ആ 4 മിനിറ്റ് നടു ഉച്ച എന്നർത്ഥം. ആ സമയമല്ലാതെ, അപ്പോൾ നടു ഉച്ച സമയം ഒരു 4 മിനിറ്റ് കളയണം. അതുപോലെ ഉദയ സമയത്ത് 4 മിനിറ്റ് കളഞ്ഞുകൊണ്ടാൽ മതി. വേറെയും കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞു തരും, ഒന്നും പ്രശ്നപ്പെടണ്ട. അതല്ലാതെ ബാക്കി സൂര്യൻ പ്രസന്നനായിരിക്കുന്ന സമയത്ത് വേണം പൃച്ഛ നടത്താൻ. പൃച്ഛ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന്റെ തുടക്കം, നമ്മളെ വിളിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ വരുന്നത്. പ്രശ്നത്തിന് നമ്മളെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്നത് അല്ലെങ്കിൽ ടെലഫോണിലൂടെ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പകലിനെ 5 അന്നമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, സായാഹ്നം, അപരാഹ്നം. പ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, സായാഹ്നം, അപരാഹ്നം. ഇത് തമിഴ് ഭാഷയിൽ കറക്റ്റ് അവർ പറയും. സായങ്കാലം, മധ്യാഹ്നം എന്നൊക്കെ അവർ കറക്റ്റാ പറയും. അതുപോലെ അവിടെ നിന്ന് വന്നതേറ്റാണോ എന്ന് അറിയില്ല. അപ്പോൾ പ്രാന്നം, പൂർവാന്നം, ഒരു പകലിനെ 5 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു അന്നത്തിന് 6 നാഴിക വരും. ആകെ 30 നാഴികയല്ലേ ഒരു പകല്. 6 നാഴിക വരുമ്പോൾ 2 മണിക്കൂർ 24 മിനിറ്റ് ശരാശരി 2:25 കണക്കാക്കാം. അപ്പോൾ പ്രാന്നവും പൂർവാന്നവും നല്ലതാണ്. പ്രാന്ന സമയം വെച്ചാൽ രാവിലെ, പൂർവാന്ന സമയം വെച്ചാൽ അത് കഴിഞ്ഞ് വരുന്ന 2:30
ഒരു 5 മണിക്കൂറോളം സമയം 22 2:25 2 മണിക്കൂർ 24 മിനിറ്റ് 2 മണിക്കൂർ 24 മിനിറ്റ്. ഇപ്പോൾ ശരാശരി 2:30 5 മണിക്കൂർ. ഉദയം മുതൽ ഒരു 5 മണിക്കൂർ നല്ല സമയം എന്ന് പറയാം. ഒരു 6:15 സൂര്യൻ ഉദിച്ചാൽ 11-11:15 വരെയൊക്കെ കൊള്ളാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉചിതമായ സമയമല്ല എന്നർത്ഥം. പ്രത്യേകിച്ച് വൈകുന്നേരമോ രാത്രിയോ ആണ് വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ കടുത്ത ദോഷമാണ്. എന്താണ് ദോഷമെന്ന് ചോദിച്ചാൽ, സമയം തെറ്റി വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത് തീർക്കേണ്ട പ്രശ്നമായിരുന്നു, അത് വളരെ താമസിച്ചു പോയി എന്ന് പറയണം. ഇത് ഒരു ഗ്രഹനിലയും ഇല്ലാതെ നമുക്ക് തന്നെ സ്വയമായിട്ട് പറയാം. ഒരു ഫലം ആദ്യം പറയാം. അപ്പോൾ വരുമ്പോൾ അവർ വരുന്ന സമയം എല്ലാം നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് ആ സമയത്തുള്ള ഗ്രഹനിലയും ഇവിടെ എടുത്തു വയ്ക്കണം. ഇത് വച്ചിട്ടാണ് ആളുകൾ, ജ്യോത്സ്യന്മാർ വന്ന് കയറുമ്പോൾ ഉടൻ പറയുന്നത്, കുറച്ചുകൂടി മുൻപാകാമായിരുന്നു ഈ പ്രശ്നം, കുറച്ച് താമസിച്ചു പോയി, താമസിച്ച കാര്യം എന്തോ ഉണ്ട് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കും, ഉടൻ സമ്മതിക്കും. അത് കണ്ട ഉടൻ പറഞ്ഞത് കണ്ടോ, സംഭവം ഇത്രയേ ഉള്ളൂ. പ്രാന്ന സമയം, പ്രാന്നം വെച്ചാൽ ഉദയം മുതൽ 2 മണിക്കൂർ 25 മിനിറ്റ്, അത് കഴിഞ്ഞ് വീണ്ടും 2 മണിക്കൂർ 25 മിനിറ്റും പൂർവാന്നം. ഈ 2 സമയമാണ് നല്ലത്. അങ്ങനെ സമയത്തിനാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ സമയത്തിന് തന്നെ എത്തി, പ്രശ്നം വയ്ക്കേണ്ട സമയം തന്നെ, സമയത്തിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അതല്ലെങ്കിൽ താമസിച്ചു പോയി, നേരത്തെ ചെയ്തു തീർക്കേണ്ട എന്തോ കാര്യം ഉണ്ടായിരുന്നു, കുറെ താമസിച്ചു പോയി എന്ന് പറയണം. രാത്രിയാണെങ്കിൽ വളരെ ലേറ്റായി, സന്ധ്യയ്ക്കോ രാത്രിയോ ആണെങ്കിൽ നല്ലതല്ല. അത് പിതൃക്കൾക്ക് പ്രാധാന്യം ഉണ്ടാവും, പ്രേതബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ക്ഷേത്രമായിരിക്കും എന്നൊക്കെ പറയും. ഇതാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നേരെ പോകുന്നത് തിഥിയിലേക്ക് പോകും. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമാണമുണ്ട് പ്രശ്നമാർഗത്തിൽ. പ്രശ്നമാർഗം എല്ലാവരെയും കയ്യിലുണ്ടോ? പ്രശ്നമാർഗം ഉണ്ട്. അത് ഫസ്റ്റ് വോളിയം എല്ലാവരും വാങ്ങണം. ഇല്ലെങ്കിൽ കൃഷ്ണാലയം ഗോവിന്ദന്റെ ഫസ്റ്റ് വോളിയം എല്ലാവരും വാങ്ങി ഉടൻ തന്നെ വാങ്ങണം. അതില്ലാതിരിക്കരുത്. ഉണ്ട് സാർ, രണ്ടും ഉണ്ട്, ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. പിന്നെ പ്രശ്ന കൗതുകം എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാനെന്ന് പറഞ്ഞു, അതും കൂടി വാങ്ങിയാൽ നന്നായിരിക്കും. അതില് 2ാമത്തെ ചാപ്റ്ററിൽ 3ാമത്തെ പ്രമാണം, തിഥൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ഭാനു ശുഭഗ്രഹാണാം. വളരെ കാച്ചിക്കുറുക്കിയ ഒരു ശ്ലോകമാണ്. തിഥൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ഭാനു ശുഭഗ്രഹാണാം. നമസ്കാരം സർ. നമസ്കാരം. ഇതൊക്കെ നമുക്ക് എല്ലാ പ്രശ്നത്തിലും പറയാം എന്നുള്ളതാണ്. എല്ലാ പ്രശ്നത്തിലും പറയാം. അതുകൊണ്ട് ഈ ശ്ലോകത്തിനൊന്നും പഠിക്കാതിരിക്കരുത്, അത് പഠിച്ചേ പറ്റൂ. തിഥൗ ആദ്യം പറഞ്ഞു സുപ്രസന്നേ ദിവാകരെ, അതും എല്ലാത്തിലും പറയാം. ഇത് തിഥൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ഭാനു ശുഭഗ്രഹാണാം. അപ്പോഴാദ്യം പറയുന്നത് തിഥൗ ശുഭായാം, തിഥി ശുഭമായിരിക്കണം. ശുഭതേ അനുകൂലേ താരേ, താരേ നക്ഷത്രം ശുഭമായിരിക്കണം, അനുകൂലമായിരിക്കണം. ദിനേ ദിനം, വാരം നന്നായിരിക്കണം. പിന്നെ ഭാനു ശുഭഗ്രഹാണാം, സൂര്യനും ശുഭഗ്രഹങ്ങളും അനുകൂലിക്കണം. ഇപ്പോഴെല്ലാമായി കഴിഞ്ഞതിനകത്ത് നക്ഷത്രം, തിഥി, വാരം, കരണം, നിത്യവും ഒക്കെ അതിനകത്ത് വരും. എല്ലാം നന്നായിരിക്കണം. സൂര്യൻ അനുകൂലിക്കണം, ശുഭഗ്രഹങ്ങളും അനുകൂലിക്കണം. ശുഭഗ്രഹം ചന്ദ്രനും അതിനകത്ത് വരും. നല്ല സ്ഥാനങ്ങളിൽ നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം നന്നായിരിക്കും എന്നാണ്. ഇതെല്ലാം അനുകൂലമായിട്ട് നിന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇല്ല പ്രതികൂലമാണെങ്കിൽ എന്താണ് പ്രതികൂല അവസ്ഥ എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പറയണം. അപ്പോൾ ആ പ്രമാണം ഒന്നുകൂടെ പറയാം. തിഥൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ഭാനു ശുഭഗ്രഹാണാം. ഇനിയും 2 വരി കൂടിയുണ്ട്, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും പഠിക്കണം. തിഥൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ഭാനു ശുഭഗ്രഹാണാം. തിഥി ശുഭമായിരിക്കണം, നക്ഷത്രം ശുഭവുമായിരിക്കണം, അനുകൂലവുമായിരിക്കണം, വാരം അനുകൂലമായിരിക്കണം,
ശുഭഗ്രഹങ്ങളും സൂര്യനുമൊക്കെ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കണം, ബലവും വേണം. എങ്കിൽ പ്രശ്നം നന്നായിരിക്കും. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കണം. ആദ്യം തിഥൗ ശുഭായാം, തിഥി ശുഭമായിരിക്കണം. നമുക്ക് രണ്ട് പക്ഷമുണ്ട്. ഏതൊക്കെ? ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും. ശുക്ലപക്ഷമാണെങ്കിൽ നല്ല പക്ഷം, വെളുത്ത പക്ഷം നല്ല പക്ഷം എന്ന് പറയും. കൃഷ്ണപക്ഷമാണെങ്കിൽ പിതൃപക്ഷം എന്ന് പറയും. പ്രേതാത്മാക്കൾക്കും പിതൃക്കൾക്കും പ്രാധാന്യമുള്ളതാണ് പിതൃപക്ഷം, കൃഷ്ണപക്ഷം. ആദ്യം കൃഷ്ണപക്ഷമാണെങ്കിൽ നല്ലതല്ല, ഒന്നിനൊന്നിന് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ശുക്ലപക്ഷമാണെങ്കിൽ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഐശ്വര്യം വരേണ്ട സമയമാണ് എന്ന് പറയുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനി അങ്ങോട്ട് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന കാലഘട്ടമാണ് എന്ന് പ്രാഥമികമായിട്ട് പറയാം, മറ്റൊന്നും നോക്കാതെ. ശുക്ലപക്ഷമാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇനി ഐശ്വര്യം വരും, ഒന്നിനൊന്നിന് മുന്നോട്ട് പോകാൻ കഴിയും. തടസ്സങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണല്ലോ ഒരു പ്രശ്നം വയ്ക്കുന്നത്. അത് നമുക്ക് പരിഹരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം. കൃഷ്ണപക്ഷമാണെങ്കിൽ അതല്ല, ഒന്നിനൊന്നിന് താഴോട്ട് വരികയാണ്, വളരെ ശ്രദ്ധിക്കണം. ഇതാണ് പക്ഷം. ഇനി തിഥി, നമുക്ക് 5 സൈസ് തിഥിയുണ്ട്, അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? 5 തിരിച്ചിട്ടുണ്ട് തിരിയെ. അറിയാം, ജയ ഭദ്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, നന്ദ ജയ, നന്ദ ഭദ്ര ജയ, രിക്ത പൂർണ്ണ, 5 തിരിച്ചിട്ടുണ്ട്. ഓരോന്നിലും 3 എണ്ണം വീതം വരും. നന്ദ ഭദ്ര ജയ രിക്ത പൂർണ്ണ. നന്ദ 1, 6, 11, അത്രയും നന്ദ എന്ന് പറയും. 1, 6, 11 ഏതെല്ലാം? അർത്ഥമാറ്റിക് പ്രോഗ്രഷനാണ്. 1, 6, 11. പ്രഥമ, ഷഷ്ടി, ഏകാദശി, ഇത് നന്ദ എന്ന് പറയും. 2, 7, 12. ദ്വിതീയ, സപ്തമി, ഇതിനെ നന്ദ ഭദ്ര എന്ന് പറയും. ജയ 3, 8, 13. 3, 8, 13 ആകുമ്പോൾ തൃതീയ, അഷ്ടമി, ത്രയോദശി. 4, 9, 14, അല്ലെങ്കിൽ ചതുർത്ഥി, ചതുർദശി, നവമി, ഇത് രിക്തതിഥി എന്ന് പറയും. പൂർണ്ണ എന്ന് പറയുന്നത് 5, 10, 15, പഞ്ചമി, ദശമി, വാവ്. ഇതിൽ നമുക്കറിയേണ്ടത് തിഥി അനുകൂലമല്ലാത്ത തിഥി, രിക്തതിഥി അനുകൂലമല്ല. ചതുർത്ഥി, ചതുർദശി, നവമി ഇത്രയും അനുകൂലമല്ല. 2 പക്ഷത്തിലും, ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ചതുർത്ഥി, ചതുർദശി, നവമി ഇത്രയും അനുകൂലമല്ല. അഷ്ടമി അനുകൂലമല്ല. വെളുത്ത പ്രതിപദം അനുകൂലമല്ല. കറുത്ത വാവ് അനുകൂലമല്ല. ഇത്രയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രിക്തതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർത്ഥി, ചതുർദശി, നവമി 2 പക്ഷത്തിലും. ചതുർത്ഥി, ചതുർദശി, നവമി 2 പക്ഷത്തിലുമുള്ള ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമി. പിന്നെ വെളുത്ത പ്രതിപദം. വെളുത്ത പ്രതിപദം എന്ന് പറഞ്ഞാൽ ഏതാണ്? കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ദിവസം. അപ്പോൾ ചന്ദ്രന്റെ ക്ഷീണം തീരുന്നില്ല എന്നതായിരിക്കും അർത്ഥം. കറുത്ത വാവ് കറുത്ത ക്ഷീണമാണ്, ചന്ദ്രന് ക്ഷീണമാണ് കറുത്ത വാവ്. അത് കഴിഞ്ഞ് വരുന്ന വെളുത്ത പ്രതിപദത്തിന്റെ 30 നാഴികയാണ് പറയുന്നത്. 30 നാഴികയല്ല, അത് പൂർണ്ണമായിട്ടും അങ്ങ് വർജിക്കുന്ന നല്ലത്. അതാണ് വെളുത്ത പ്രതിപദം എന്ന് പറഞ്ഞാൽ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന പ്രതിപദം. ഇതാണ് വെളുത്ത പ്രതിപദം. ഇത്രയും തിഥി ശുഭമുള്ള തിഥിയല്ല. ഇങ്ങനെ തിഥൗ ശുഭായാം എന്ന് പറഞ്ഞാൽ ഇത്രയും തിഥി പോയിട്ട് ബാക്കിയുള്ള തിഥിയൊക്കെ നല്ലതാണ്. അതാണ് തിഥൗ ശുഭായാം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ തിഥി 15 തിഥിയെയും 5ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ.
പ്രഥമ, ഷഷ്ടി, ഏകാദശി നന്ദ. ദ്വിതീയ, സപ്തമി, ദ്വാദശി ഭദ്ര. തൃതീയ, അഷ്ടമി, ത്രയോദശി ജയ. ചതുർത്ഥി, നവമി, ചതുർദശി റിക്ത. പഞ്ചമി, ദശമി, വാവ് പൂർണ്ണ. ഇതിൽ റിക്തതിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമി രണ്ട് പക്ഷത്തിലും, അഷ്ടമി രണ്ട് പക്ഷവും, കറുത്ത വാവ്, വെളുത്ത പ്രതിപദം, ഇത്രയും നല്ല തിഥികളല്ല. ഇത്രയേ ഉള്ളൂ. ഇനി തിഥിയുടെ കാരകന്മാരാരൊക്കെയാണ് അറിയാമോ? സൂര്യചന്ദ്രന്മാർ. സൂര്യനും ചന്ദ്രനും. ചന്ദ്രന്റെയും സൂര്യന്റെയും സ്ഫുടങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നാണ് നമ്മൾ തിഥി കണ്ടുപിടിക്കുന്നത്, അത് തിഥി എന്നുള്ളത്. അതുകൊണ്ട് തിഥി ശുഭമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് സൂര്യനെയും ചന്ദ്രനെയും നോക്കണം. സൂര്യനും ചന്ദ്രനും ഉള്ള ബലം അവർ എവിടെയൊക്കെ നിൽക്കുന്നു അത് വച്ചിട്ട് നമുക്ക് ഫലം പറയാൻ കഴിയും. അത് ഫലം പഠിക്കുന്നത് നമുക്ക് എക്സാമ്പിൾ ഇടുമ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നോക്കിക്കൊള്ളണം, നമ്മൾ എളുപ്പത്തിൽ കയറി പോവുകയാണ്, എളുപ്പത്തിൽ കയറി പറ്റുകയാണ്. നക്ഷത്രവും തിഥിയും വെച്ചിട്ട് ഇപ്പം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കഴിയും നമ്മൾ പ്രശ്നത്തിൻ്റെ ആ ചാർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ തിഥി കാരകൻ സൂര്യനും ചന്ദ്രനും. സൂര്യനും ചന്ദ്രനും എവിടെ നിൽക്കുന്നു, അവരുടെ ബലം, അവർ നിൽക്കുന്ന രാശി, രാശിയുടെ സ്വഭാവം, അവർ നിൽക്കുന്ന ഭാവം, ഇതെല്ലാം വച്ചിട്ട് ഫലം പറയാൻ കഴിയും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും ഒന്ന് നമ്മൾ കുറച്ച് പഠിച്ചല്ലോ, കുറച്ചൊന്ന് നോട്ട് എഴുതാമോ? എഴുതാം സാർ. എഴുതണം. പ്രശ്നമാർഗം ചാപ്റ്റർ 2. എല്ലാ കാര്യവും പറഞ്ഞു പോകും. നമ്മൾ തുടങ്ങുന്നത് ഇതിൽ തുടങ്ങാമെന്ന് കരുതി. ഇത് കുറച്ചാദ്യം പഞ്ചാംഗ വിഷയം പഠിച്ചിട്ട് കുറച്ച് നിമിത്തങ്ങളും കാര്യവും പഠിക്കണം, എല്ലാം പഠിക്കാം. സുപ്രസന്നെ ദിവാകരെ. ആദ്യം സൂര്യനെ തന്നെ ധ്യാനിക്കാം. സൂര്യനെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് ഉത്തമം. സുപ്രസന്നെ ദിവാകരെ. സൂര്യൻ പ്രസന്നനായിരിക്കുന്ന സമയത്ത് വേണം പൃച്ഛ തുടങ്ങാൻ. സൂര്യൻ സുപ്രസന്നനായിരിക്കുന്ന സമയത്ത് വേണം പൃച്ഛ ആരംഭിക്കാൻ. ഇനി അടുത്ത് പൃച്ഛ സൈഡ് ഗെറ്റിംഗ്. പൃച്ഛ. അമ്പലത്തിലോ കുടുംബക്ഷേത്രത്തിലോ പ്രശ്നം വയ്ക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി, അമ്പലത്തിലോ കുടുംബക്ഷേത്രത്തിലോ പ്രശ്നം വയ്ക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ക്ഷേത്ര ഭാരവാഹികൾ ദൈവജ്ഞനെ ടെലഫോണിലൂടെ വിളിക്കുന്ന സമയം, ദൈവജ്ഞനെ ടെലഫോണിലൂടെ വിളിക്കുന്ന സമയം, അല്ലെങ്കിൽ ദൈവജ്ഞനെ വീട്ടിൽ വന്ന് കാണുന്ന സമയം, അപ്പോഴുള്ള ലഗ്നം, ഗ്രഹനില, പഞ്ചാംഗ വിശേഷങ്ങൾ എന്നിവ കോർത്തിണക്കി
എന്നിവ കോർത്തിണക്കി ഫലം പറയാം. ഫലം പറയാം. ഫലം പറയാം. അടുത്ത ലൈനിൽ പ്രശ്നത്തിനായി വിളിക്കുന്നത് ക്ഷേത്ര ഭാരവാഹികൾ നന്നായി ചർച്ച ചെയ്ത് ദേവനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും. വൃശ്ചകന് ശുഭനക്ഷത്രം, ശുഭതിഥി, ശുഭസമയം എന്നൊന്നും വ്യക്തമായി ശുഭനക്ഷത്രം, ശുഭതിഥി, ശുഭഗ്രഹനില, ശുഭഗ്രഹനില എന്നൊന്നും അറിഞ്ഞുകൂടായിരിക്കും. അങ്ങനെയുള്ളവർ ദേവനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നുള്ള അനുവാദം വാങ്ങിയിട്ടായിരിക്കും ദൈവജ്ഞനെ വിളിക്കുന്നത്. ദേവനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നുള്ള അനുവാദം വാങ്ങിയിട്ടായിരിക്കും ദൈവജ്ഞനെ വിളിക്കുന്നത്. ആ സമയം വച്ച് എല്ലാ ഫലങ്ങളും പറയാം. ഇതിന് പ്രശ്നമാർഗത്തിൽ ആധാരമുണ്ട്. സൈഡിൽ മാർജിനിൽ എഴുതിക്കൊള്ളണം. പ്രശ്നമാർഗം PM എന്നിട്ടാണ് PM. പ്രശ്നമാർഗം PM 1:47. ഫസ്റ്റ് ചാപ്റ്ററിൽ 47ാമത്തെ ശ്ലോകം. 1:47. പ്രശ്നമാർഗം 1:47. ആ ശ്ലോകത്തിന് എഴുതണം. കഴിയുമെങ്കിൽ കാണാതെ പഠിക്കുക. ആരെങ്കിലും ചോദിച്ചു ഇത് വച്ച് എങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രമാണം ഇനി പറയുന്നതാണ്. ജന്മലഗ്നതയാ ഒരു വാക്ക്. പ്രശ്നലഗ്നം സങ്കല്പ്യ പണ്ഡിത. അടുത്ത വരിയിൽ ജാതകേ യദ്യ ദുദിഷ്ടം. എല്ലാം ഒരേ ദായാണ്. 3 ദായും ഒരേ ദാ. യദ്യദുദിഷ്ടം യദ്യദുദിഷ്ടം യദ്യദുദി
ഇഷ്ടം എല്ലാം ഒരേ ദായാണ്. യദ്യതുദിഷ്ടം തത്വൽ തദ്വൽ അതും അതേ ദാ തന്നെ. തദ്വൽ പ്രശ്നേ അപി പ്രശ്നേ അപി ചിന്തയേൽ പ്രശ്നേ അപി ചിന്തയേൽ. ഒന്നുകൂടെ പറയാം. ജന്മലഗ്നതയാ പ്രശ്നലഗ്നം സങ്കല്പ്യ പണ്ഡിത ജാതകേ യദ്യുദിഷ്ടം തത്വൽ പ്രശ്നേ അപി ചിന്തയേൽ. ജനിച്ച സമയം വച്ചിട്ട് ജാതകത്തെ ചിന്തിക്കുന്നത് പോലെ, ജനിച്ച സമയ ലഗ്നം വച്ചിട്ട് ജാതകത്തെ ചിന്തിക്കുന്നത് പോലെ പ്രശ്നലഗ്നത്തെയോ ആരൂഢത്തെയോ സങ്കല്പിച്ച് ഫലം പറയാം. പ്രശ്നലഗ്നത്തെയോ ആരൂഢത്തെയോ സങ്കല്പിച്ച് ഫലം പറയാം. പ്രശ്നലഗ്നത്തെയോ ആരൂഢത്തെയോ സങ്കല്പിച്ച് ഫലം പറയാം. അടുത്ത ലൈനിൽ ഒരു പകലിനെ 6 അന്നമായി വിഭജിച്ചിട്ടുണ്ട്. ഒരു പകലിനെ 6 അന്നമായി വിഭജിച്ചിട്ടുണ്ട്. 5 അന്നം, 6 അല്ല 5 അന്നം, സോറി. പ്രാന്നം, ഇന്നം എന്ന് പറഞ്ഞാൽ ഇഹ് ന എന്ന് എഴുതണം. ഇഹ്ന. പ്രാന്നം, പൂർവാന്നം, പൂർവ ഇഹ്ന ഇം. മധ്യാഹ്നം, പ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം. അപരാഹ്നം, സായാഹ്നം. ഓരോ അന്നവും 6 നാഴിക വീതം, ആകെ 30 നാഴിക. 6 നാഴിക വീതം, ആകെ 30 നാഴിക. ഒരു അന്നം ശരാശരി 2.24 മണിക്കൂർ. ഒരു അന്നം ശരാശരി 2.24 മണിക്കൂർ. ഒരു 2.24 മണിക്കൂർ അല്ലെങ്കിൽ 6 നാഴിക അല്ലെങ്കിൽ 6 നാഴിക. യജ്ഞം, പ്രാഗ്നം, പൂർവാഗ്നം, മധ്യാഗ്നം, അപരാഹ്നം, സായാഹ്നം. അപരാഹ്നം, സായാഹ്നം. ഇവയിൽ പ്രാന്നവും പൂർവാന്നവും സമയത്താണ് പൃഷ്ഠ നടക്കുന്നെങ്കിൽ ഉത്തമം. പ്രാന്നവും പൂർവാന്നവും സമയത്താണ് പ്രശ്നം നടക്കുന്നെങ്കിൽ ഉത്തമം. ബാക്കിയുള്ള സമയത്ത് നടന്നാൽ, ബാക്കിയുള്ള സമയത്ത് പൃഷ്ഠ നടന്നാൽ പ്രശ്നം വയ്ക്കാൻ കാലതാമസമുണ്ടായി, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയണം. പ്രശ്നം വയ്ക്കാൻ കാലതാമസമുണ്ടായി,
നേരത്തെ ചെയ്യേണ്ടതാണ് ആയിരുന്നു എന്ന് പറയണം. അടുത്ത തിരി. ഇനി ആ പ്രമാണം എഴുതിക്കൊള്ളു. സൈഡിൽ പ്രശ്നമാർഗം 2-3. പ്രശ്നമാർഗം 2-3. തിതൗ ശുഭായാം. തിതൗ ദ എന്ന് പറഞ്ഞാൽ രഥം എന്നുള്ളതാ, മടക്കുക. തിതൗ ശുഭായാം ശുഭത്തെ അനുകൂലെ താരെ. ശുഭത്തെ അനുകൂലെ താരെ ദിനെ പാനു ശുഭഗ്രഹാണാം. ശുഭത്തെ അനുകൂലെ താരെ ദിനെ പാനു ശുഭഗ്രഹാണാം. ഇനിയും 2 വരി കൂടി ഉണ്ട്, അത് വേണമെന്നില്ല. തിതൗ ശുഭായാം ശുഭത്തെ അനുകൂലെ താരെ ദിനെ പാനു ശുഭഗ്രഹാണാം. തിഥി ശുഭമായിരിക്കണം. തിഥി ശുഭമായിരിക്കണം. നക്ഷത്രം ശുഭവും അനുകൂലവുമാകണം. നക്ഷത്രം ശുഭവും അനുകൂലവുമാകണം. വാരം അനുകൂലമാകണം. സൂര്യനും ശുഭഗ്രഹങ്ങളും അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കണം. സൂര്യനും ശുഭഗ്രഹങ്ങളും അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കണം. എങ്കിൽ ഫലം നന്നായിരിക്കും. എങ്കിൽ ഫലം നന്നായിരിക്കും. എന്നിട്ട് സൈഡ് ഹെഡിങ് തിരി എന്നിട്ടുണ്ട്. ഇനിയാണ് തിരി എന്നിടേണ്ടത്. തിരി. തിരി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. തിരി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. തിരി പൂരി ശ്രീ വിഭവ. പൂരി ഭൂമി എന്നുള്ള പൂരി ശ്രീ വിഭവ എന്നാണ് പറയുന്നത്. പൂരി ശ്രീ വിഭവ എന്ന് പറഞ്ഞാൽ ഐശ്വര്യ സമൃദ്ധി എന്നർത്ഥം. തിഥി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. പൂരി ശ്രീ വിഭവ എന്നതാണ് തിഥി സൂചിപ്പിക്കുന്നത്. തിഥി ശുഭമായിരിക്കണം. തിരികളായ ചതുർത്ഥി, ചതുർദശി, നവമി എന്നിവയും തിരികളായ
ചതുർത്ഥി, ചതുർദശി, നവമി എന്നിവയും ബ്രാക്കറ്റിലെ രണ്ട് പക്ഷത്തിലും ചതുർത്ഥി, ചതുർദശി, നവമി എന്നിവയും അഷ്ടമി തിഥികളും കറുത്ത വാവും ശുക്ലപക്ഷപ്രഥമയും ശുഭതിഥികളല്ല. ഈ തിഥികളിലാണ് പൃച്ഛ നടക്കുന്നു എങ്കിൽ ഈശ്വര ചൈതന്യം ഇല്ല എന്ന് പറയണം. ഫലമില്ല എന്ന് പറയണം. തിഥിയുടെ കാരകന്മാർ സൂര്യനും ചന്ദ്രനും. സൂര്യനും ചന്ദ്രനും ചന്ദ്രന്റെയും ബലം, നിൽക്കുന്ന രാശി, നിൽക്കുന്ന ഭാവം, എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ദേവകാര്യങ്ങളെല്ലാം ചിന്തിക്കാം. നിൽക്കുന്ന രാശി പാവം എന്നല്ലേ സാർ പറഞ്ഞു? പാവം, രാശി, പാവം എന്നിവ കൊണ്ട് ദേവകാര്യങ്ങളെല്ലാം ചിന്തിക്കാം. എങ്ങനെ ചിന്തിക്കാമെന്നുള്ളതിന് ഒരു 1-2 ക്ലാസ് കഴിയുമ്പോൾ കുറച്ചായതിനു ശേഷമേ എക്സാമ്പിൾ ഇടാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് എക്സാമ്പിൾ ഇട്ടാൽ ഒന്നും മനസ്സിലാവില്ല. അടുത്തിന് നക്ഷത്രം സൈഡ് ഹെഡിങ് ഇട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച പ്രമാണത്തില് തിഥൗ ശുഭായാം എന്ന് പഠിച്ചു. തിഥി ശുഭമായിരിക്കണം. അപ്പോൾ ശുഭമല്ലാത്ത തിഥികളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ചതുർത്ഥി, ചതുർദശി, നവമി 2 പക്ഷത്തിലും, കറുത്തവാവ് 2 അഷ്ടമിയും, വെളുത്ത പ്രതിപദവും നല്ലതല്ല, ബാക്കിയൊക്കെ കൊള്ളാം. പിന്നെ സൂര്യനെയും ചന്ദ്രനെയും വച്ചിട്ടാണ് നമ്മൾ ബാക്കി ഫലവും പറയാം. ഇനി നക്ഷത്രത്തിന് ശുഭതേ അനുകൂലേ താരേ. ശുഭതേ നക്ഷത്രം ശുഭമായിരിക്കണം, അനുകൂലമായിരിക്കണം, താരേ നക്ഷത്രം. ഈ ശുഭം നക്ഷത്രവും അനുകൂല നക്ഷത്രവും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ശുഭനക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഊൺനാളിന് എടുക്കുന്നതൊക്കെ ശുഭം, എടുക്കാത്തത് അശുഭം. ഊൺനാളുകള് തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരിട്ടതി 11 പോകെ ബാക്കിയുള്ളത് അന്നപ്രാശത്തിന് എടുക്കുന്നത്. അത് ശുഭനക്ഷത്രം നടത്തും. അപ്പോൾ ശുഭനക്ഷത്രത്തിലാണ് പൃച്ഛ നടക്കുന്നു എങ്കിൽ നല്ലത്, അനുകൂലം. ശുഭനക്ഷത്രത്തിലാണ് പൃച്ഛ നടക്കുന്നു എങ്കിൽ അനുകൂലം. ശുഭനക്ഷത്രമല്ല
തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരിട്ട് അതിലാണ് നടക്കുന്നെങ്കിൽ ശുഭമല്ല, നല്ലതല്ല. നക്ഷത്രം കൃത പാപ, പിന്നെ അനുകൂലം എന്ന് വെച്ചാൽ എന്താണ്? അനുകൂലം അനുകൂലം എന്ന് പറഞ്ഞാൽ അനുകൂലം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത് പ്രഷ്ടാവ്, ഒരാൾ പ്രശ്നം വയ്ക്കുന്ന ഒരാളിന്റെ പേർക്കായിരിക്കും വയ്ക്കുന്ന, ക്ഷേത്രത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുതിർന്ന ആളോ അവിടുത്തെ കാരണവരോ ആരുടെയും പേർക്കായിരിക്കും വയ്ക്കുന്നത്. അതാണ് വൃശ്ചകൻ. അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിന് 3, 5, 7 നക്ഷത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതല്ല, അനുകൂലമല്ല. വിപത്, പ്രത്യര, വധ. 3-ാം നക്ഷത്രം വിപത് നക്ഷത്രം, 5 പ്രത്യര, 7 വധ. 3, 5, 7 നക്ഷത്രത്തിൽ വരരുത്. അദ്ദേഹത്തിന്റെ അഷ്ടമരാശി കൂറിൽ വരുന്ന നക്ഷത്രത്തിൽ വരരുത്. ഇത്രയാണ് ഏറ്റവും പ്രധാന വിഷയങ്ങൾ. അതാണ് അനുകൂലം. അപ്പോൾ ഊൺ നാളുകളിൽ പ്രശ്നം വൃശ്ച നടന്നാൽ നല്ലത്. ഊൺ നാളുകൾ എന്ന് പറയുന്നത് തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരിട്ട് അത് പോകെ ബാക്കിയുള്ള 16 നക്ഷത്രങ്ങൾ. അനുകൂലം എന്ന് പറയുന്നത് പ്രഷ്ടാവ് വൃശ്ചകന്റെ നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രത്തിൽ പ്രശ്നം വരരുത്. പ്രഷ്ടാവിന്റെ അഷ്ടമരാശി കൂറിൽ വരുന്ന നക്ഷത്രത്തിലും വരരുത്. നക്ഷത്രം കൃതപാപ സഞ്ചയകരം എന്നർത്ഥം. കൃത പാപ സഞ്ചയകരം, നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള സമയം എന്നർത്ഥം. കൃതപാപ സഞ്ചയകരം എന്ന് വെച്ചാൽ ദുരിതം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴും നമുക്ക് അനുഭവിക്കേണ്ട കാലഘട്ടം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കൃതപാപ സഞ്ചയകരം. ഇനി നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പഠിച്ചു ശുഭനക്ഷത്രവും ശുഭതേ അനുകൂലേ താരേ എന്ന് പഠിച്ചു. നക്ഷത്രം ദോഷമായാൽ എന്താണ് ദേവപ്രശ്നത്തിൽ എന്താണ് ദോഷം? കൃതപാപ സഞ്ചയകരം നമ്മൾ പഠിച്ചു. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അനുസരിച്ച് ഇപ്പൊ ദുരിതം അനുഭവിക്കേണ്ട കാലഘട്ടമാണ്. എന്താണ് ദുരിതം എന്നാരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ബാലാന്നവർജ്യതാരാസു നിവേദ്യ ദോഷമാതിശേത്. നിവേദ്യത്തിന് ദോഷമുണ്ട് എന്നർത്ഥം. കണ്ടോ, നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. നക്ഷത്രം അനുകൂലമല്ലെങ്കിൽ നിവേദ്യത്തിന് ദോഷമുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. വേറെ ഒരിടവും നോക്കണ്ട. എന്ത് എളുപ്പം. നല്ല നക്ഷത്രമല്ല, അനുകൂല നക്ഷത്രമല്ല. നക്ഷത്രം ശുഭനക്ഷത്രവുമല്ല, അനുകൂല നക്ഷത്രവും അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിവേദ്യ ദോഷമാതിശയം. നിവേദ്യം എന്ന് പറയുന്നത് 3-ാം ഭാവവും 8-ാം ഭാവവും കൊണ്ടാണ് നിവേദ്യത്തിനെ സൂചിപ്പിക്കുന്നത്. ഉടൻ 3-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും കയറി നോക്കുക, അവിടെ ആരൊക്കെ നിൽക്കുന്നു, എന്തൊക്കെയാണ്. നമുക്ക് നല്ലൊരു പിക്ചർ ഉടൻ കിട്ടും. അത് നമുക്ക് ഭാവചിന്ത രണ്ടാമത് പഠിക്കാം. ഈ പഞ്ചാംഗ വിഷയം ഇത്രയും കുറച്ച് തീർത്ത് വിട്ടിട്ട് ഭാവചിന്തയിലേക്ക് വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പഠിക്കുമ്പോൾ അത് വരും, അത് പഠിച്ചാൽ ഇത് വരും. അപ്പോൾ ശുഭതേ അനുകൂലേ താരേ, നക്ഷത്രം ശുഭമായിരിക്കണം, അനുകൂലമായിരിക്കണം. ശുഭനക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരിട്ട് അത് പോകെ ബാക്കി 16 നക്ഷത്രങ്ങളും ഊൺ നാളിലെടുക്കുന്ന 16 നക്ഷത്രവും ശുഭം. ഇത് വന്നാൽ ശുഭം, നല്ലത്. ഇല്ല, ഈ പറഞ്ഞ 11 നക്ഷത്രമാണ് വരുന്നെങ്കിൽ ശുഭനക്ഷത്രമല്ല. പിന്നെ പ്രഷ്ടാവിന്റെ നക്ഷത്രത്തിന് 3, 5, 7 നക്ഷത്രവും അഷ്ടമരാശി കൂറിൽ വരുന്ന നക്ഷത്രവും അനുകൂല നക്ഷത്രങ്ങളല്ല. ഇങ്ങനെ നക്ഷത്രം ശുഭവുമല്ല അനുകൂലവുമല്ലാതെ വന്നു കഴിഞ്ഞാൽ ബാലാന്നവർജ്യതാരാസു നിവേദ്യദോഷമാതിശേത്, നിവേദ്യദോഷമുണ്ട് എന്നർത്ഥം. ഇതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഗണ്ണാന്തേഷു ഉപദേവാനം, ഗണ്ണാന്ത നക്ഷത്രവും വരരുത്. ഗണ്ണാന്ത നക്ഷത്രം ഏതാണ്? ഏതൊക്കെ ഗണ്ണാന്ത നക്ഷത്രം? ആയില്യം, മകം, ആയില്യം, മകം, രേവതി, അശ്വതി, അശ്വതി, രേവതി, ആയില്യം, മകം, മൂലം.
കേട്ട മൂലം. അശ്വതി മൂലം ആദ്യത്തെ 15 അശ്വതി മകം മൂലത്തിന്റെ ആദ്യത്തെ 15 നാഴികയും ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാനത്തെ 15 നാഴികയും ഗണ്ണാന്ത സമയം. ഈ ഗണ്ണാന്ത സമയത്തും പ്രശ്നം വരരുത്. നമ്മളെ വിളിക്കുന്ന സമയം അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പ്രശ്നം വയ്ക്കാൻ വരുന്ന സമയത്തിനാണ് പറഞ്ഞത്. ആ സമയം ഗ്രഹനില എടുക്കണം. അത് നമുക്ക് എക്സാമ്പിളിൽ നോക്കാം. എക്സാമ്പിളിൽ നോക്കുമ്പോഴേ ക്ലിയർ ആവുകയുള്ളൂ. ആ സമയം എന്ന് പറയുന്നത് ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാനത്തെ 15 നാഴികയോ അശ്വതി മകം മൂലത്തിന്റെ ആദ്യത്തെ 15 നാഴിക ആയാൽ ഗണ്ണാന്ത സമയം. ഗണ്ണാന്തേഷു ഉപദേവാനാം. എന്ത് എളുപ്പമൊന്ന് നോക്കണം. ഉപദേവന്മാർക്ക് ദോഷമുണ്ടെന്ന് പറയണമെങ്കിൽ സാറെ ഒന്നും തിരിഞ്ഞും നോക്കണ്ട. ഗണ്ണാന്തേഷു ഉപദേവാനാം. ഉപദേവന്മാർക്ക് ദോഷമുണ്ട്. അത് എന്തൊക്കെ ദോഷം എന്നുള്ള ഗ്രഹനിലയിൽ കയറി കണ്ടുപിടിക്കണം. ആദ്യം പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടക്കം നോക്ക് പറയാം. നമ്മളൊരു ആശുപത്രിയിൽ പോകുമ്പോൾ ആദ്യം ഡോക്ടർ ഒന്ന് ദേഹത്ത് കൈയൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്നതാണ് അസുഖം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ റീസൺ എന്താണ്, അത് എങ്ങനെ വന്നു, എന്തൊക്കെയാണെന്നുള്ളത് രണ്ടാമത് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പറയും. തുടക്കത്തിൽ പറയുക ഗണ്ണാന്തേഷു ഉപദേവാനാം. ഉപദേവന്മാർക്ക് ദോഷമുണ്ട് എന്ന് പറയണം. ഇതാണ് നക്ഷത്രം പറയുന്നത്. ഇനി നക്ഷത്രത്തിന്റെ നാഥൻ ആരാണ്? നക്ഷത്രത്തിന്റെ കൂട്ടായ നാഥൻ എല്ലാ നക്ഷത്രത്തിന്റെയും ചന്ദ്രൻ. ചന്ദ്രന്റെ സ്ഥിതിയാണ് നക്ഷത്രം എന്ന് പറയുന്നത്. ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ ഒരു ദിവസം ഉദിക്കുന്നത്, ഏത് നക്ഷത്രത്തിലെ വിസിനിറ്റി വരുന്നു, അതാണ് അന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. ഇല്ല, നക്ഷത്ര നാഥൻ എന്ന് പറയുമ്പോൾ അശ്വതി മകം മൂലത്തിന് കേതു അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ചന്ദ്രന്റെ സ്ഥിതിയും കൂടി നോക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് ഒന്നെന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ശുഭ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഊൺനാടിന് എടുക്കുന്നത് ശുഭം, എടുക്കാത്തത് അശുഭം. അനുകൂലം എന്ന് പറഞ്ഞാൽ 3-5 പ്രഷ്ടാവിന്റെ നക്ഷത്രത്തിന് 3-5-7 അഷ്ടമരാശി പൂർവേണ്ട നക്ഷത്രം അനുകൂലമല്ല. ഇനി അനുകൂലമാണെന്ന് കരുതുക. ഇപ്പൊ അശ്വതി നക്ഷത്രം അനുകൂലം തന്നെയല്ലോ, ശുഭനക്ഷത്രം തന്നെയല്ലോ അശ്വതി. ശുഭനക്ഷത്രം. ഉത്രട്ടാതി ശുഭനക്ഷത്രം തന്നെ. ശുഭം. ഉത്രട്ടാതി രേവതിയുടെ കുറെ സമയം ശുഭമാണ്. ഉത്രട്ടാതി നക്ഷത്രമാണെങ്കിൽ ഇപ്പോൾ എവിടെ വരും? ചന്ദ്രൻ എവിടെ വരും? മീനൻ രാശി. മീനൻ രാശിയിൽ കൂടെ നിൽക്കുന്നത് ആര്? ശനി. നക്ഷത്രത്തിന്റെ ശുഭത്വം നഷ്ടപ്പെട്ടു. അതും നോക്കണം. ശുഭനക്ഷത്രം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചാടിക്കയറി പറയാനൊന്നും പറ്റൂല. ചന്ദ്രന് പാപബന്ധം വരിക, ക്ഷീണചന്ദ്രനായിരിക്കുക. സൂര്യന്റെ അടുത്ത് വന്ന് ചാടി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും നല്ലതല്ല, നിവേദ്യ ദോഷം വരും. അതാണ് ശുഭതേ അനുകൂലേ എന്നുള്ള വാക്ക്. 2 വാക്കും അവിടെ വളരെ ആലോചിച്ചെഴുതി വെച്ചിരിക്കുന്ന വാക്കാണ്. ശുഭതേ അനുകൂലേ. ശുഭവുമായിരിക്കണം, അനുകൂലമായിരിക്കണം. ശുഭനക്ഷത്ര അശ്വതി, രോഹിണി, മകയിരം, പുണർദം, പൂയം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി, ഇതൊക്കെ ശുഭനക്ഷത്രങ്ങളാണ്. ഊൺനാളിന് എടുക്കുന്ന നക്ഷത്രം. ഈ നക്ഷത്രത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രന് കടുത്ത ക്ഷീണം ഉണ്ടാവുകയോ, കടുത്ത ഗണ്ണാന്തത്തിൽ വരികയോ, അല്ലെങ്കിൽ കടുത്ത പാപബന്ധത്തിൽ വരികയോ ചെയ്താൽ ചന്ദ്രൻ അനുകൂലമല്ല. എന്നാലും നിവേദ്യ ദോഷത്തിന് പറയാം. അതും കൂടി നോക്കിക്കൊള്ളണം. ശുഭതേ അനുകൂലേ താരേ. ഇതാണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാരം. ഏതൊക്കെ വാരം? നല്ല വാരം. വ്യാഴം, വെള്ളി. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ശുഭവാരം. ശനി, ചൊവ്വ, ഞായർ പാപവാരം. ശുഭവാരമാണെങ്കിൽ നല്ലത്, പാപവാരമാണെങ്കിൽ ദോഷം. ശരിയാണല്ലോ?
അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കും, ഇപ്പോൾ ശുക്രൻ എവിടെ നിൽക്കുന്നേ? ശുക്രൻ ചിങ്ങത്തിൽ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശുക്രൻ എവിടെ വരും? കന്നിയിൽ. കന്നിയിൽ. കന്നിയിൽ വരുമ്പോൾ ശുക്രനെ സൂചിപ്പിക്കുന്ന വാരം ഏതാണ്? വെള്ളി. വെള്ളിയാഴ്ച കൊള്ളാമോ? ശുക്രൻ കന്നിയിൽ നിൽക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച നല്ലതാണോ? ഇതാണ് ചോദ്യം. അല്ല. ഇല്ല. കാര്യം ശനി ദൃഷ്ടി വരുന്നു, അതൊരു കുഴപ്പം തന്നെ. വേറെ ആർക്ക് അതിനിപ്പോ എന്തോന്നു, വെള്ളിയാഴ്ചക്ക് കുഴപ്പമുണ്ടോന്ന്? അതിന്റെ സെന്റൻസ് കറക്റ്റാ പറയണം, അതാണ് ചോദിക്കുന്നത്. ഇപ്പോ ഞായർ ആഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യവാർ എന്നർത്ഥം. സൂര്യനെ സൂചിപ്പിക്കുന്ന വാരമാണ് ഞായറാഴ്ച. ചന്ദ്രവാർ, മൺഡേ, മൂൺഡേ ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. ചൊവ്വ ആഴ്ച ചൊവ്വയെ സൂചിപ്പിക്കുന്നു. ബുധനാഴ്ച ബുധനെ സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച വ്യാഴത്തെ സൂചിപ്പിക്കുന്നു. വെള്ളി എന്ന് പറഞ്ഞാൽ ശുക്രൻ, ശനി ശനിയാഴ്ച. അപ്പോൾ വാരത്തിന് ബലം വരണമെങ്കിൽ വാരാധിപനായ ഗ്രഹത്തിന് ബലം വേണം എന്ന് പറഞ്ഞാൽ ഉത്തരം പൂർണ്ണമായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? ശുക്രന് നീചം, അപ്പോൾ വെള്ളിയാഴ്ചക്ക് ബലമുണ്ടോ? ഇല്ല. ഇല്ല. അവിടെ ശുഭവാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുണ്ട്. വാരാൻ മഹായൂർഭവേത്, ആയുസിനെ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ ദേവപ്രശ്നത്തിൽ ദേവന്റെ ആയുസല്ല, ദേവന്റെ ചൈതന്യം എന്നർത്ഥം. ദേവൻ ഏതായുസ്? ദേവൻ സർവവ്യാപിയല്ലേ. ദേവ ചൈതന്യം അവിടെ ഇല്ല എന്നർത്ഥം. വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. വാരാൻ മഹായൂർഭവേത്, ദേവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതേസമയം കുറച്ച് ദിവസത്തിന് മുമ്പേ ശനി കുംഭത്തിൽ നിന്നു. കേട്ടോളണം വ്യക്തമായിട്ട്. ശനി കുംഭത്തിൽ നിന്നു. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ചൊവ്വ വൃശ്ചികത്തിൽ വരും. ശരി തന്നെ? ശരി. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലമുണ്ട്, ചൊവ്വാഴ്ചക്ക് ബലമുണ്ട്. ചൊവ്വാഴ്ച പാപവാരമാണ്, അതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും ബലമില്ല എന്ന് പറയാൻ പറ്റില്ല. ചൊവ്വാഴ്ച കുറെ നല്ല കാര്യങ്ങളൊക്കെ നടക്കും, താരതമ്യേന കൊള്ളാം. അങ്ങനെ എടുക്കണം. ശരി, എഴുതണം. നക്ഷത്രം 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 കൃതപാപസഞ്ചയകരം എന്ന ഫലം നൽകുന്നു. കൃതപാപസഞ്ചയകരം എന്ന ഫലം നൽകുന്നു. ചെയ്തുപോയ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട കാലഘട്ടം എന്നർത്ഥം. ചെയ്തുപോയ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട കാലഘട്ടം എന്നർത്ഥം. ശുഭദേ അനുകൂലേ താരേ എന്നതാണ് പ്രമാണം. ശുഭദേ അനുകൂലേ താരേ എന്നതാണ് പ്രമാണം. ശുഭദേ അനുകൂലേ താരേ എന്നതാണ് പ്രമാണം. നക്ഷത്രം ശുഭവും അനുകൂലവുമായിരിക്കണം. നക്ഷത്രം ശുഭവും അനുകൂലവുമായിരിക്കണം.
ഊൺനാളിന് എടുക്കുന്നവ ശുഭനക്ഷത്രം, ബാക്കിയുള്ളവ അശുഭം. ഊൺനാളിന് എടുക്കുന്ന നക്ഷത്രം ശുഭം, ബാക്കിയുള്ളവ അശുഭം. തൃക്കേട്ട തിരുവാതിര, തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക, ഭരണി കാർത്തിക, ആയില്യം മകം, ആയില്യം മകം, വിശാഖം മൂലം, വിശാഖം മൂലം, പൂരം പൂരാടം പൂരുരുട്ടാതി, പൂരം പൂരാടം പൂരുരുട്ടാതി. എന്നിവ പോക ബാക്കിയുള്ളവ ഊൺനാളാണ്. എന്നിവ പോക ബാക്കിയുള്ളവ ഊൺനാളാണ്. ഈ പറഞ്ഞ 11 നക്ഷത്രങ്ങളാണ് വൃശ്ച ദിവസം വരുന്നതെങ്കിൽ ഈ പറഞ്ഞ 11 നക്ഷത്രമാണ് വൃശ്ച ദിവസം വരുന്നതെങ്കിൽ നക്ഷത്രത്തിന് ശുഭത്വമില്ല. നക്ഷത്രത്തിന് ശുഭത്വമില്ല. പൃഷ്ടാവിന്റെ നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രമാണ് വൃശ്ച നക്ഷത്രമെങ്കിൽ പൃഷ്ടാവിന്റെ നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രമാണ് വൃശ്ച ദിവസ നക്ഷത്രമെങ്കിൽ അനുകൂലമല്ല. നക്ഷത്രത്തിന്റെ അധിപതിയായ ചന്ദ്രൻ നക്ഷത്രത്തിന്റെ അധിപതിയായ ചന്ദ്രന് അനിഷ്ടസ്ഥിതിയോ കടുത്ത ക്ഷീണത്വമോ പാപബന്ധങ്ങളോ ഉണ്ടെങ്കിലും അനുകൂലമല്ല. കടുത്ത ക്ഷീണനോ പാപബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അനുകൂലമല്ല. അടുത്ത ലൈനിൽ ഗണ്ണാന്ത നക്ഷത്രങ്ങളിൽ ഗണ്ണാന്ത സമയം നല്ലതല്ല. ഗണ്ണാന്ത നക്ഷത്രങ്ങളിൽ ഗണ്ണാന്ത സമയം നല്ലതല്ല. ഗണ്ണാന്ത സമയം നല്ലതല്ല. അശ്വതി മകം മൂലം ആദ്യത്തെ 15 നാഴികയും അശ്വതി മകം മൂലം ആദ്യത്തെ 15 നാഴികയും
ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാനത്തെ 15 നാഴികയും ഗണ്ണാന്ത സമയമാണ്. ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാനത്തെ 15 നാഴികയും ഗണ്ണാന്ത സമയമാണ്. അടുത്ത ലൈനിൽ ബാലാന്ന, ഇത് ദേവപ്രശ്നത്തിന്റെ, ഓണക്കൂർ ശങ്കരഗണകന്റെ ദേവപ്രശ്നത്തിലുള്ള വാക്കുകളാണ്. ബാലാന്ന വർജ്യ താരാസു, ബാലാന്ന വർജ്യ താരാസു നിവേദ്യ ദോഷം ആദിശേത്, നിവേദ്യ ദോഷം ആദിശേത്. അടുത്ത ലൈനിൽ ബാലാന്ന വർജ്യ താരാസു നിവേദ്യ ദോഷമാദിശേത്. അടുത്ത ലൈനില് ഗണ്ണാന്തേഷു, ഗണ്ണാന്തേഷു ഉപദേവാനാം, ഗണ്ണാന്തേഷു ഉപദേവാനാം. അടുത്ത ലൈനിൽ ഇത് ഇത്തിരിയും ശ്ലോകമാണ്, ഇതിനെ കൊട്ടേഷൻ്റെ അകത്തിട്ടുണ്ട്, 2 ലൈനും കൊട്ടേഷൻ്റെ അകത്തിട്ടുണ്ട്. ഇതിങ്ങനെ പഠിക്കണം, ഇത് എല്ലാത്തിനും ഉപയോഗിക്കാം. എല്ലാ ദേവപ്രശ്നത്തിനും നമ്മളിത് പറഞ്ഞു തന്നെ പോകും. നക്ഷത്രം ശുഭമോ അനുകൂലമോ അല്ലെങ്കിൽ, നക്ഷത്രം ശുഭമോ അനുകൂലമോ അല്ലെങ്കിൽ നിവേദ്യ ദോഷം ഉണ്ട് എന്ന് പറയണം. നിവേദ്യ ദോഷം ഉണ്ട് എന്ന് പറയണം. ശുഭമോ അനുകൂലമോ അല്ലെങ്കിൽ നിവേദ്യ ദോഷം ഉണ്ട് എന്ന് പറയണം. നിവേദ്യ ഭാവങ്ങൾ 3,8. നിവേദ്യ ഭാവങ്ങൾ 3,8. ഈ ഭാവങ്ങളെയും കൂടെ പരിശോധിക്കുമ്പോൾ, ഈ ഭാവങ്ങളെ കൂടി പരിശോധിക്കുമ്പോൾ ഈ ഭാവങ്ങളെ കൂടി പരിശോധിക്കുമ്പോൾ നിവേദ്യത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടും. നിവേദ്യത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടും. അടുത്ത ലൈനിൽ ഗണ്ണാന്ത സമയമാണ് പൃച്ഛ നടക്കുന്നതെങ്കിൽ ഉപദേവന്മാർക്ക് ദോഷമുണ്ട് എന്ന് പറയണം. ഉപദേവന്മാർക്കാണ് ദോഷമുണ്ട് എന്ന് പറയണം. അടുത്ത വാരം. വാരാൻ, വാരാൻ മഹായൂർ ഭവേത്, വാരാൻ മഹായൂർ ഭവേത്. ദേവന്റെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു.
ഐശ്വര്യം ദേവന്റെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ശുഭവാരമായിരുന്നാൽ നന്ന്. ശുഭവാരങ്ങളായ തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി. ശുഭവാരങ്ങളായ തിങ്കൾ, വ്യാഴം, വെള്ളി എന്നിവ നല്ലത്. പാപവാരങ്ങളായ ശനി, ഞായർ, ചൊവ്വ നല്ലതല്ല. ശനി, ഞായർ, ചൊവ്വ നല്ലതല്ല. ശനി, ഞായർ, ചൊവ്വ നല്ലതല്ല. അടുത്ത് വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. ശുക്രന് ബലമില്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്ക് ബലമില്ല. ശുക്രന് ബലമില്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്ക് ബലമില്ല. ശരി. അപ്പോൾ നോക്കിക്കൊള്ളും, നമ്മൾ പഞ്ചാംഗത്തിനെ വച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. വേറെ ഒരിടവും കയറിയില്ല. കയറാതെ അതാണ് പഞ്ചാംഗത്തിന് ആദ്യം പഠിക്കണമെന്നാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ ഒരാൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ വിളിച്ചിട്ട് ഒരല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഫലങ്ങൾ അപ്പോൾ തന്നെ പറയാം. ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ജ്യോത്സ്യന്മാർ പറയുന്നല്ല. വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആരും അനുഗ്രഹമൊന്നുമല്ല. പ്യുവർ സയൻസാണ്. അതാണ് ജ്യോതിഷത്തിന് സയൻസ് എന്ന് പറയേണ്ട കാര്യം. അതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. അഷ്ടമി തിഥിക്കാണ് വരുന്നെങ്കിലോ നമ്മൾ ദോഷപ്പെട്ട തിഥി ഏതൊക്കെയാണ്? തിഥി ദോഷം ഏതൊക്കെയാണ് പറഞ്ഞത്? ചതുർത്ഥി, ചതുർദശി, നവമി, ഇത്രയും രിക്ത തിഥികൾ. അഷ്ടമി ദോഷമെന്ന് പഠിച്ചു. കറുത്ത വാവ് ദോഷമെന്ന് പഠിച്ചു. ശുക്ലപക്ഷ പ്രഥമ ദോഷമെന്ന് പഠിച്ചു. അഷ്ടമി തിഥിക്കാണ് പ്രശ്നം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചത്, അല്ലെങ്കിൽ അഷ്ടമി തിഥിക്കാണെങ്കിൽ എന്ത് പറയാം? അഷ്ടമിയാം അരിപീഡനം, ശത്രുദോഷമുണ്ട് എന്നർത്ഥം. എന്ത് എളുപ്പം! ശത്രുദോഷം എന്ന് വെച്ചാൽ ചൂർണ പ്രയോഗങ്ങളും ഒക്കെ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് ഭാവത്തിന് നോക്കണം? പറഞ്ഞു നോക്കണം. ആറാം ഭാവം. ആറാം ഭാവം. ഉടൻ നമ്മൾ ആറാം ഭാവത്തിൽ കയറി നോക്കിയാൽ മതി. അഷ്ടമിക്കാണ് വന്നത്. അപ്പോൾ നേരെ ബാധകാധിപനും ആറാം ഭാവാധിപനും തമ്മിൽ ബന്ധമുണ്ടോ? 6 പാപഗ്രഹങ്ങളുണ്ടോ? 6ാം ഭാവാധിപന് പാപബന്ധമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉടൻ പറയാം. അപ്പോൾ ഈ പഞ്ചാംഗം എന്ന് പറയുന്നത് ചവിട്ട് പിടിയാണ്. നമ്മൾ ഏണി വെച്ച് കയറുന്നത് പോലെ ചവിട്ട് പിടിയാണ് പഞ്ചാംഗം. എങ്ങനെ? റൂട്ടാണ്. അഷ്ടമ്യാം അരിപീഡനം, ഇത് പറയുന്ന ദേവപ്രശ്നത്തിന്റെ ബുക്കിലാണ് പറയുന്നത്. ഇതിലില്ല, പ്രശ്നമാർഗത്തിലില്ല. അഷ്ടമ്യാം അരിപീഡനം, അരി എന്ന് വെച്ചാൽ ശത്രുദോഷമുണ്ട്. ഉടൻ 6ാം ഭാവം ബാധകാധിപൻ, 6ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ, ഇവരെയൊക്കെ നോക്കണം. നോക്കുമ്പോൾ അതിന്റെ വ്യക്തത കിട്ടും. അഷ്ടമിയാം അരിപീഡനം. രിക്തായാം ശത്രുണാം, രിക്തതിഥിയായാലും
ശത്രുനാം, ശത്രുദോഷം ഉണ്ടെന്നർത്ഥം. രിക്തതിഥി, രിക്ത എന്ന് വെച്ചാൽ ചതുർത്ഥി, ചതുർദശി, നവമി, ഇത്രയാണ് രിക്തതിഥി. രിക്തതിഥി ആയാലും ശത്രുനാം, ശത്രുദോഷമുണ്ട്. സ്ഥിരകരണങ്ങളെ അതൊക്കെ സ്ഥിരകരണങ്ങൾ. പുള്ള്, നാൽക്കാലി, പാമ്പ്, പുഴു. പുള്ളു, പുഴു, പാമ്പ്, നാൽക്കാലി. അതായത് കറുത്ത വാവിന് മുൻപ് 30 നാഴികയും കറുത്ത വാവിന് ശേഷം 30 നാഴികയും. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നും അറിയണ്ട. കറുത്ത വാവ് കടുത്ത ദോഷമെന്ന് പറഞ്ഞു. അതിൻ്റെ മുൻപിലുള്ള 30 നാഴികയാകുമ്പോൾ കറുത്ത വാവിൻ്റെ എഫക്റ്റ് അവിടെ തുടങ്ങും. അതിന് ശേഷമുള്ള 30 നാഴികയും, അതായത് 2 ഫുൾ ദിവസം വന്നു കഴിഞ്ഞാൽ സ്ഥിരകരണം വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് പാമ്പ്, ഇഴജന്തുക്കള്, കഴുകൻ, മറ്റു മോശമായ ജന്തുക്കളൊക്കെ കയറി ഉള്ള അശുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നർത്ഥം. ഇങ്ങനെയുള്ളതൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ഇഴജന്തുക്കള്, പാമ്പ്, നായ, പൂച്ച, പിന്നെ അതുപോലെ കഴുകൻ, മറ്റ് പക്ഷികളൊക്കെ കയറി അശുദ്ധി വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത്രയും മാത്രം കണ്ടാൽ മാത്രം മതി, കറക്റ്റാ പറയാം. ഇതൊക്കെ പ്രാഥമികമായ കാര്യങ്ങളാണ്. എല്ലാം ഓണക്കൂറിന്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്, നമ്മളൊന്നും നോക്കാറില്ല. സ്ഥിരകരണമായാൽ ക്ഷേത്രത്തില് ഇഴജന്തുക്കളോ പാമ്പ്, പല്ലിയൊക്കെ കയറിയാലും മതി. പാമ്പ് അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കഴുകൻ, നിക്ഷിപ്ത പക്ഷികള്, പിന്നെ പട്ടി, പൂച്ച എന്നീ ജന്തുക്കളൊക്കെ കയറിയിട്ടുണ്ട് എന്ന് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയണം. അതൊക്കെ നിക്ഷിപ്തമാണ്. അതാണ് സ്ഥിരകരണം വന്നാൽ. സ്ഥിരകരണം എന്ന് പറയുന്നത് പുഴു, പുള്ള്, പാമ്പ്, നാൽക്കാലി. അതായത് കറുത്ത വാവും അതിൻ്റെ മുൻപിലുള്ള 30 നാഴികയും അതിന് ശേഷമുള്ള 30 നാഴികയും. ചതുർദശിയും ശുക്ലപക്ഷ പ്രഥമയും വരും. ഇതാണ് ശുക്ലപക്ഷ പ്രഥമ ദോഷം എന്ന് പറയാൻ കാര്യം. അടുത്ത് തിഥി, നക്ഷത്ര, രാശ്യാംശ സന്തോ പീഡാൽ ചുതിമ്പതേൽ. ഇതും ഓണക്കൂറിന്റെ ബുക്കിൽ പറയുന്നതാണ്. ബുക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോപ്പി എടുത്തിട്ട് വരുമായിരുന്നു. തിഥി, നക്ഷത്ര, രാശ്യാംശ സന്തോ പീഡാൽ ചുതിമ്പതേൽ. തിഥി തുടങ്ങുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ തീരുന്ന സമയം, അതാണ് സന്ധി എന്ന് പറയുന്നത്. തിഥി തുടങ്ങിയ 1 നാഴികയ്ക്കോ 2 നാഴികയ്ക്കോ ആകും. അതുപോലെ തീരാൻ 2 നാഴിക ഉണ്ട്. അതുപോലെ നക്ഷത്രം തുടങ്ങാൻ 1 നാഴിക ഉണ്ട്, അല്ലെങ്കിൽ തീരാൻ 1 നാഴിക ഉണ്ട്. അതുപോലെ ലഗ്നം തുടങ്ങിയതേ ഉള്ളൂ, ലഗ്നം തീരാൻ പോകുന്നു. അതാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തിഥി, നക്ഷത്ര, രാശ്യാംശ സന്ധവും. തിഥി സന്ധിയോ നക്ഷത്ര സന്ധിയോ രാശി സന്ധിയോ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ പീഡാൽ ചുതിമ്പതേൽ, ഭഗവാന്റെ ഇരിപ്പിടത്തിന് ചലനം വന്നിട്ടുണ്ട്, ദോഷം വന്നിട്ടുണ്ട്, ചുതി വന്നിട്ടുണ്ട്, മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്. അപകടമാണ്. പഞ്ചവർഗമൊക്കെ ഇട്ട് അഷ്ടവർഗമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കം വന്നിരിക്കും, അല്ലെങ്കിൽ അശുദ്ധി വന്നിരിക്കും, ഇളവി മാറിയിരിക്കും എന്നൊക്കെ പറയാണ്ട ഇട ഉണ്ടാവും. എന്തെളുപ്പം അത് നോക്കണം. തിഥി, നക്ഷത്ര, രാശ്യാംശ സന്തവും പീഡാൽ ചുതിമ്പതിൽ. പീഠത്തിനെന്ന് വെച്ചാൽ ഇരിപ്പിടം എന്നർത്ഥം. ഇരിപ്പിടത്തിന് ദോഷം സംഭവിച്ചു, ചലനം സംഭവിച്ചു. എന്നിട്ട് ഈ ശ്ലോകം കൂടി പറയണം അവിടെ. ഇതാണ് ഞാൻ പറയാനുള്ള കാരണം, ഇതാണ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാലത്തും വിടരുത്. ഉണ്ടാവും, ഉണ്ടായില്ലെങ്കിൽ വരൂല. തിഥി, നക്ഷത്ര, തിഥി സന്ധി എന്ന് പറഞ്ഞാൽ നക്ഷത്രം തിഥി തുടങ്ങിയ 1-2 നാഴികയ്ക്കകത്തോ തീരുന്ന 2 നാഴികയ്ക്കോ. നക്ഷത്ര സന്ധി എന്ന് പറഞ്ഞാൽ നക്ഷത്രം തുടങ്ങി 1-2 നാഴിക, അല്ലെങ്കിൽ നക്ഷത്രം തീരാൻ 2 നാഴിക. ലഗ്നം എന്ന് പറഞ്ഞാൽ, രാശി എന്ന് പറഞ്ഞാൽ ലഗ്നമാണ്. ലഗ്നത്തിന്റെ ആദ്യത്തെ 4 മിനിറ്റ്,
അല്ലെങ്കിൽ അവസാനത്തെ 4 മിനിറ്റിൽ. ലഗ്നം തീരാൻ പോകുന്ന 4 മിനിറ്റോ തുടങ്ങിയിട്ട് 4 മിനിറ്റോ ആയിരുന്നാൽ നക്ഷത്രസന്ധി എങ്കിൽ പീഠത്തിന് ചുതി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പീഡാൽ ചുതിമത്. ഗുളികോദയ സമയമാണെങ്കിലോ അത് പറഞ്ഞു നോക്കണം. ലഗ്നത്തിൽ ഗുളിക നിൽക്കുന്ന സമയമാണെങ്കിൽ അശുദ്ധി. പ്രേതബാധ എങ്കിൽ അവിടെ ദേവന് പകരം പൂജിക്കുന്നതും കാര്യമൊക്കെ വരുന്നത് ആത്മാക്കളാണ് പറ്റിക്കൊണ്ട് പോകണമെന്ന് പറയണം. പ്രേതബന്ധം ഉണ്ടെന്ന് ശക്തമായിട്ട് പറയണം. പ്രേതബന്ധം, അശുദ്ധി, വേറെയും ഉണ്ട്, ഒരുപാടുണ്ട്. ആഭിചാരദോഷത്തിന് മാന്യകാരകനാണ് അശുദ്ധി. ഇതൊക്കെയാണ് പറയുന്നതാണ്. പഞ്ചാംഗം ക്ലിയർ ആയിട്ട് അറിയണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അതാണ് ആദ്യം അതിനെ എടുത്തിട്ട് ഇതിനെ വച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യം നമുക്ക് മനസ്സിലാകും. അതിനെയൊക്കെ നോട്ട് ചെയ്തിട്ടിട്ട് ഗ്രഹനിലയിൽ കയറി നോക്കണം. ഗ്രഹനിലയിൽ പാപചിന്തയിൽ ബാക്കി വരും. അത് പറഞ്ഞു തരുമ്പോൾ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവതരിപ്പിക്കാം. ഇത്രയും കൂടി എഴുതണം, സമയം പോയി. പൃഷ്ഠ നടക്കുന്ന അടുത്ത പോയിന്റായിട്ട് വേണം. പൃഷ്ഠ നടക്കുന്നത് അഷ്ടമി തിഥിയിലായാൽ, പൃഷ്ഠ നടക്കുന്നത് അഷ്ടമി തിഥിയിലായാൽ ബ്രാക്കറ്റിലെ രണ്ട് പക്ഷത്തിലും അഷ്ടമി തിഥിയിലായാൽ ശത്രുദോഷം ഉണ്ട് എന്ന് സാരം. ശത്രുദോഷം ഉണ്ട് എന്ന് സാരം. അഷ്ടമ്യാം എന്നതാണ്. അഷ്ടമ്യാം അരിപീഡനം, കൊട്ടേഷൻ്റെ അകത്തിടണം. അഷ്ടമ്യാം അരിപീഡനം. ഇങ്ങനെ ശത്രുദോഷം ഉണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന 6-ാം ഭാവവും ബാധാസ്ഥാനത്തെയൊക്കെ പരിശോധിക്കണം. ഇങ്ങനെ ശത്രുദോഷമുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന 6-ാം ഭാവവും ബാധാസ്ഥാനങ്ങളെയും പരിശോധിക്കണം. ഇങ്ങനെ ശത്രുദോഷമുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന 6-ാം ഭാവവും ബാധാസ്ഥാനവും പരിശോധിക്കണം. അടുത്ത അരിപീഡനം. അടുത്ത ലൈനിൽ രിക്തായാം ശത്രുണാം. രിക്തതിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമിയിലാണ് പൃഷ്ഠ നടന്നാൽ, രിക്തതിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമിയിൽ പൃഷ്ഠ നടന്നാൽ ശത്രുദോഷം ഉണ്ട് എന്ന് പറയണം. അടുത്ത ലൈനിൽ സ്ഥിരകരണങ്ങളായ കറുത്ത വാവ്, അതിന് മുൻപിലത്തെ 30 നാഴിക, പിൻപിലത്തെ 30 നാഴിക, അതിൻ്റെ മുൻപിലത്തെ 30 നാഴിക, പിൻപിലത്തെ 30 നാഴിക,
നാഴികയിലാണ് പൃഷ്ഠ നടന്നാൽ ശ്രീകോവിലിൽ പാമ്പ്, ഇഴജന്തുക്കൾ, പട്ടി, പൂച്ച, കഴുകൻ, പാമ്പ്, ഇഴജന്തുക്കൾ, പട്ടി, പൂച്ച, കഴുകൻ, മറ്റു ക്ഷുദ്രജീവികൾ കയറിയിട്ടുണ്ട് എന്ന് പറയണം. അടുത്തത് തിഥിസന്ധി, നക്ഷത്രസന്ധി, രാശിസന്ധികളിലാണ് പ്രശ്നം നടക്കുന്നെങ്കിൽ സന്ധി, നക്ഷത്രസന്ധി, രാശിസന്ധികളിലാണ് പ്രശ്നം നടക്കുന്നതെങ്കിൽ ദേവന്റെ പീഠത്തിന് ദോഷം വന്നിട്ടുണ്ട് എന്ന് പറയണം. നക്ഷത്രത്തിന്റെയും തിഥിയുടെയും അവസാനത്തെയും ആദ്യത്തെയും 2 നാഴിക വീതവും നക്ഷത്രത്തിന്റെയും തിഥിയുടെയും ആദ്യത്തെയും അവസാനത്തെയും 2 നാഴിക വീതവും ലഗ്നത്തിന്റെ തുടക്കവും അവസാനവും ഓരോ ഡിഗ്രിയും നക്ഷത്രത്തിന്റെയും തിഥിയുടെയും തുടക്കവും അവസാനവും 2 നാഴിക വീതവും, തുടക്കത്തിലെ 2 നാഴികയും അവസാനത്തിലെ 2 നാഴികയും, നക്ഷത്രത്തിന്റെയും തിഥിയുടെയും തുടക്കത്തെയും അവസാനത്തെയും 2 നാഴിക വീതവും ലഗ്നത്തിന്റെ തുടക്കവും അവസാനവും ഓരോ ഡിഗ്രിയും അല്ലെങ്കിൽ 4 മിനിറ്റ്. ഓരോ ഡിഗ്രിയും അല്ലെങ്കിൽ 4 മിനിറ്റ് സന്ധി സമയങ്ങളാണ്. ലഗ്നത്തിന്റെ തുടക്കവും അവസാനവും ഓരോ ഡിഗ്രി അല്ലെങ്കിൽ 4 മിനിറ്റ് സന്ധി സമയങ്ങളാണ്. സന്ധിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞു. പക്ഷെ ഇതിനെ കാണാതെ പഠിക്കണം, പഠിക്കാതിരുന്നാൽ കാര്യം നടക്കില്ല. അടുത്ത അവസാനത്തെ ഓരോ ഡിഗ്രിയും ബ്രാക്കറ്റിൽ 4 മിനിറ്റ് സന്ധി സമയങ്ങളാണ്. അടുത്തതാണ് ഗുളികോദയ സമയമായാൽ ക്ഷേത്രത്തിൽ പ്രേതബന്ധമുണ്ട് എന്ന് പറയുന്നു. ഗുളികോദയ സമയമായാൽ ക്ഷേത്രത്തിൽ പ്രേതബന്ധമുണ്ട് എന്ന് പറയണം. ഇന്നത്തേക്ക് ആയി സമയമായി. ഇനി
പഞ്ചാംഗ വിഷയത്തിൽ കുറച്ചുകൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആരൂഢം തയ്യാറാക്കുന്നതും പ്രശ്നം വയ്ക്കുന്നതും ഒക്കെ കൂടെ കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭാവചിന്ത നോക്കാം. സാറേ, ഇടയ്ക്ക് സ്ഥിരീകരണങ്ങൾ എഴുതാൻ വന്നപ്പോൾ പേന കംപ്ലൈന്റ് ആയി, ഇപ്പോൾ എടുക്കാൻ പോയി. സ്ഥിരീകരണങ്ങളായ കറുത്ത വാവ്, അതിന്റെ മുൻപിലത്തെ 30 നാഴിക, പിൻപിലത്തെ 30 നാഴിക. വളരെ ശ്രദ്ധിച്ച് പേനയൊക്കെ റെഡിയാക്കിയിട്ടിരുന്നാലേ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുകയും വേണം. കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒന്നിനും സമയം കിട്ടൂല. 1.5 മണിക്കൂറും കറക്റ്റായിരുന്നാലേ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. മുൻപിലത്തെ 15 നാഴിക എന്നല്ലേ സാർ? മുൻപിലത്തെ 15 നാഴിക, പിൻപിലത്തെ 15 നാഴിക. അതാണ് എളുപ്പ വഴി. ചേർന്ന 2 ദിവസമാണ് സ്ഥിരകരണങ്ങൾ. വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളണം. പുഴു, പുള്ളു, പാമ്പ്, നാൽക്കാലി. അതിനേക്കാൾ എളുപ്പ വഴി കറുത്തവാവ് പുള്ളിയിട്ടയ്ക്കും. അതിൻ്റെ മുൻപ് ആ കറുത്തവാവ് തുടങ്ങുന്നത് മുതൽ കറുത്തവാവ് കംപ്ലീറ്റ് അതിൻ്റെ മുൻപിലത്തെ 30 നാഴിക, അതിൻ്റെ പിൻപിലത്തെ 30 നാഴിക. പഞ്ചാംഗം നോക്കിയാൽ എളുപ്പം. അതൊക്കെയാണ് എളുപ്പ വഴി. പഞ്ചാംഗം കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ഇതിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പുസ്തകങ്ങളുടെ നക്ഷത്രം ഒഴിവാക്കണം. 3, 5, 7 നക്ഷത്രങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കണമെന്നല്ല, നമ്മൾ ഒഴിവാക്കുക നമ്മളെ ജോലിയല്ല. അത് വന്നാൽ അതിന്റെ ഫലം പറയണം. 3, 5, 7 നക്ഷത്രം അനുകൂലമല്ല. അപ്പോൾ നക്ഷത്രം അനുകൂലമല്ലാത്തത് കൊണ്ട് എന്തോന്ന് ഫലം? അപ്പോൾ ബാലാന്നവർജ്യ താരാസു നിവേദ്യദോഷമാതിശേത്. നിവേദ്യദോഷം ഉണ്ട് എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താം. ജന്മനക്ഷത്രം അതിൽ വരുത്തണമെന്ന ചോദ്യം. ജന്മനക്ഷത്രവും നല്ലതല്ല. ജന്മനക്ഷത്രവും ഒന്നിനും നല്ലതല്ല. ഏതോ 1, 2 മുഹൂർത്തത്തിനെ അത് എടുക്കാറുള്ളൂ. അത് ഇപ്പോഴും പ്രാബല്യമില്ല ആ കാര്യങ്ങളൊന്നും. ജന്മനക്ഷത്രവും ഒന്നിനും നല്ലതല്ല. 3, 5, 7 ഏറ്റവും പ്രധാനം. ഒന്നും അനുകൂലമല്ല. ജന്മനക്ഷത്രം, അനുജന്മ നക്ഷത്രം കുഴപ്പമില്ല. ജന്മനക്ഷത്രവും അനുകൂലമല്ല. വേറെ സാറേ, നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ വിളിക്കുന്ന ആളിന്റെ ഭരണസമിതി വിളിക്കുന്ന ആളിന്റെയാണ് അത് ക്ഷേത്രത്തിന് അങ്ങനെയല്ല നക്ഷത്രം? അത് നമ്മൾ ചോദിക്കും, ആരാണ് ഇതിന്റെ പ്രധാനി, ആരാണെന്ന് ചോദിക്കും. അവരെ നക്ഷത്രം അവര് പറഞ്ഞു തരും. നമ്മൾ ഇതിന്റെ പ്രധാനി ആര് എന്ന് ചോദിക്കും. അപ്പോഴവരൊരാളിനെ പറയും. ചിലപ്പം രക്ഷാധികാരി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ആളായിരിക്കും. അവർ പറഞ്ഞത് അത് നമ്മൾ ഇടപെടരുത്. അവർ പറയുന്നതിനെ വെച്ച് നമ്മൾ തീരുമാനിച്ചോളണം. ഇന്നാരേ പാടുള്ളൂ എന്നൊന്നും നമ്മൾ പറയാൻ പോകരുത്. അവർ പറഞ്ഞു തരും. അത് നമ്മുടെ കാരണവരുണ്ട്, അമ്മാവനുണ്ട്, അമ്മാവന്റെ പേർക്കാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മാവന്റെ നാളും പേരും ചോദിക്കണം. അതൊക്കെ പ്രശ്നത്തിന് പോകുമ്പോൾ, പ്രശ്നം വയ്ക്കുന്ന സമയം വരുമ്പം പറഞ്ഞുതരാം. അതെല്ലാം ഉണ്ട്. ഇപ്പം തുടക്കമായതേ ഉള്ളൂ, ഒന്നും ആയില്ല. ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സേ ആയുള്ളൂ. ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ വരും. അതെല്ലാം തീർത്ത് പോകാം. ശരി സാറേ, സമയം കുറേ ആയി. ശരി, ഓക്കെ. ഇപ്പോഴിന്നത്തേക്ക് മതിയല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. നന്ദി സാർ. ശരി, ഓക്കെ. നന്ദി സാർ.